ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഹോട്ട്സ്പോട്ട് എന്ന മൂവിയിലെ രണ്ടാമത്തെ സ്റ്റോറിയാണ്. ഈ മൂവിയിലെ ആദ്യത്തെ സ്റ്റോറി കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനത് ഡിസ്ക്രിപ്ഷനിലും മുകളിൽ ഐ ബട്ടണിലും കൊടുത്തിട്ടുണ്ട്. പ്രൊഡ്യൂസറിനോട് നമ്മുടെ ഡയറക്ടർ രണ്ടാമത്തെ മൂവിയുടെ കഥ പറയുകയാണ്. ഗോൾഡൻ റൂൾസ് എന്നാണ് ഈ സ്റ്റോറിയുടെ പേര്. ദീപ്തി എന്ന പെൺകുട്ടി തന്റെ അച്ഛനെയും അമ്മയും വിളിച്ചിരുത്തിയിട്ട് പറയുന്നുണ്ട് തനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യം പറയാനുണ്ടെന്ന്. അവളുടെ കല്യാണം ഓൾറെഡി അവളുടെ മുറപ്പയ്യനുമായിട്ട് ചെറുപ്പത്തിൽ തന്നെ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നതാണ്. എൻഗേജ്മെന്റും കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ തനിക്കിപ്പോൾ ഈ കല്യാണത്തിൽ താല്പര്യമില്ലെന്ന് അവൾ പറയുകയാണ്. ഇത് കേട്ടയുടനെ അവളുടെ അച്ഛനും അമ്മയും അവളെ വഴക്ക് പറയാൻ തുടങ്ങി. എന്നാൽ എന്തൊക്കെ വന്നാലും താൻ ഈ വിവാഹം കഴിക്കില്ല എന്ന് തന്നെ അവൾ ഉറച്ചു നിന്നു. കാരണം ചോദിച്ചപ്പോൾ അവൾ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് അവളുടെ അച്ഛനും അമ്മയോടും പറയുന്നത്. താൻ ലെസ്ബിയൻ ആണെന്ന് അവൾ തുറന്നു പറയുന്നു. അവർക്കാകട്ടെ അത് കേട്ടിട്ട് എന്താണെന്ന് മനസ്സിലായില്ല. അവള് പറയുന്നുണ്ട് തനിക്ക് പെണ്ണുങ്ങളെ മാത്രമാണ് ഇഷ്ടമെന്ന്. അത് കേട്ടയുടനെ അവളുടെ അച്ഛനും അമ്മയും അവളെ വഴക്ക് പറയാൻ തുടങ്ങി. നീ എന്തൊക്കെ വൃത്തികേടായി പറയുന്നതെന്ന് ചോദിക്കുന്നു. ഞാനും എന്റെ ഫ്രണ്ട് പവിത്രയും ചെറുപ്പം മുതലേ പരസ്പരം പ്രണയിക്കാൻ തുടങ്ങിയതാ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും വിവാഹം കഴിക്കണമെന്നും അത് നിങ്ങൾ നടത്തി തരണമെന്നും അവൾ പറയുന്നുണ്ട്. എന്നാൽ ഒരു കാരണവശാലും അവരതിന് സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാനും അവളും ലീഗലായിട്ട് രജിസ്റ്റർ മാരേജ് ചെയ്തു എന്നും അവൾ പറയുന്നു. ഇത് കേട്ടതോടുകൂടി അവളുടെ അച്ഛനും അമ്മയും ആകെ തകരുന്നു. ദേഷ്യത്തിൽ അവളെ അടിക്കുകയും ചെയ്യുന്നു. നീ ഒരു പെണ്ണിനെ എന്തിനാ പ്രണയിച്ച, ഒരു ആണിനെ പ്രണയിച്ചിരുന്നെങ്കിലും ഇത്രയും വലിയ നാണക്കേട് ഉണ്ടാകില്ല എന്നും ഇതിലും ഭേദം നീ ഒരു ആണിന്റെ കൂടെ ഇറങ്ങി പോയിരുന്നാ മതിയെന്ന് അവർ പറയുന്നു. അവർ ആ ഡയലോഗ് പറഞ്ഞതും അവൾ ആ സത്യം തുറന്നു പറയുന്നു. താനൊരു ലെസ്ബിയൻ ഒന്നുമല്ല, താൻ സ്നേഹിക്കുന്നത് ഒരു പെൺകുട്ടിയുമല്ല, താൻ ഒരു ആൺകുട്ടിയാണ് പ്രണയിക്കുന്നത്. അത് കേട്ടതും അവളുടെ അച്ഛനും അമ്മയും വഴക്കൊക്കെ നിർത്തി ഒന്ന് കൂളാവുന്നു. എന്നിട്ട് അവൾ പറയുന്നുണ്ട് എനിക്ക് എന്റെ ലൈഫാണ് മുഖ്യമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും എനിക്ക് ചെയ്യാമായിരുന്നു. പക്ഷെ എനിക്ക് നിങ്ങളുടെ സന്തോഷം കൂടി വലുതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ ഒന്നും ചെയ്യാതിരുന്നത്. എനിക്ക് ആ മുറച്ചെറുക്കനെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല. സിദ്ധാർത്ഥ് എന്നൊരു പയ്യനെ ഞാൻ പ്രണയിക്കുന്നുണ്ട്. എന്റെ സന്തോഷമാണ് നിങ്ങൾക്കും വലുതെങ്കിൽ നിങ്ങൾ ഈ വിവാഹത്തിന് സമ്മതിക്കണമെന്നും പറയുന്നു. എന്നിട്ട് അവള് അവളുടെ കാമുകനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് താൻ എന്തൊക്കെയാണ് വീട്ടുകാരോട് പറഞ്ഞതെന്ന്. അവനും ആദ്യം ഒന്ന് ഞെട്ടുന്നു. പക്ഷെ വീട്ടുകാർ നമ്മളുടെ വിവാഹത്തിന് സമ്മതിച്ചു എന്നും അവരാദ്യം കേട്ട ലെസ്മിയന്റെ കഥയേക്കാൾ എന്തുകൊണ്ടും ഭേദമാണ് താൻ ഒരു പയ്യനെ വിവാഹം കഴിക്കുന്നതെന്ന് അവർക്ക് തോന്നി. അതുകൊണ്ട് അവർ നമ്മുടെ റിലേഷൻഷിപ്പിന് സമ്മതം മൂളിയിരിക്കുകയാണ്. ഇനിയുള്ള പ്രശ്നം ആ മുറച്ചെറുക്കനെ എങ്ങനെയെങ്കിലും ഒതുക്കണം. അവനോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ വലിയ പാടാണ്. അത് സാരമില്ല, മഹേന്ദ്രനോട് നമുക്ക് സംസാരിക്കാമെന്ന് സിദ്ധാർത്ഥ് പറയുന്നുണ്ട്. അങ്ങനെ മഹേന്ദ്രനോട് അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയ ശേഷമുള്ള കഥയാണ് പിന്നീട് കാണിക്കുന്നത്. അവനും വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. ദീപ്തിയും കൊണ്ട് സിദ്ധാർത്ഥ് അവന്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ദീപ്തി അവൻ തന്റെ അച്ഛനും അമ്മയ്ക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അവർക്കെല്ലാം തന്നെ ദീപ്തിയെ ഒരുപാട് ഇഷ്ടമായി. ദീപ്തിയോട് സിദ്ധാർത്ഥന്റെ അമ്മ അവളുടെ അമ്മയെ പറ്റിയും അച്ഛനെ പറ്റിയും ചോദിക്കുന്നുണ്ട്. അവളുടെ അച്ഛന്റെ പേര് രാമമൂർത്തി എന്നായിരുന്നു. പണ്ട് തുണിക്കട നടത്തിയിരുന്നതാണ്. ഇപ്പോൾ എന്റെ അച്ഛന്റെ സഹോദരന്റെ കൂടെ മറ്റൊരു ഷോപ്പ് നടത്തുകയാണ്. അമ്മയുടെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ ഭാഗ്യലക്ഷ്മി എന്നാണ് അവള് പറയുന്നത്. അത് കേട്ടതും സിദ്ധാർത്ഥന്റെ അമ്മയും അച്ഛനും പരസ്പരം നോക്കുന്നുണ്ട്. അവർ രണ്ടുപേരും എന്തോ മനസ്സിലാലോചിക്കുന്നുണ്ടായിരുന്നു. സിദ്ധാർത്ഥന്റെ അമ്മ അവളോട് ചോദിക്കുന്നുണ്ട് നിന്റെ അമ്മയുടെ സൈഡിൽ എല്ലാവർക്കും ഈ റിലേഷൻഷിപ്പിനെ പറ്റി അറിയാമോ എന്ന്. എന്നാൽ തന്റെ അമ്മയുടെ സൈഡിലെ ബന്ധുക്കാർ ആരുമായിട്ടും കണക്ഷൻ ഇല്ല എന്നും അവരെ ആരെയും തനിക്ക് അറിയില്ല എന്നും ദീപ്തി പറയുന്നു. അതിന്റെ കാരണം അന്വേഷിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് അച്ഛനും അമ്മയും ഒളിച്ചോടി വിവാഹം കഴിച്ചതാണ്. അതുകൊണ്ട് തന്നെ അമ്മയുടെ വീട്ടുകാർക്ക് എതിർപ്പായിരുന്നു. അതിനുശേഷം പിന്നീട് അമ്മയുടെ വീട്ടുകാരുമായിട്ട് സഹകരിച്ചിട്ടുമില്ല. എന്തോ ഓർത്ത പോലെ പെട്ടെന്ന് തന്നെ സിദ്ധാർത്ഥന്റെ അമ്മ ഉള്ളിലേക്ക് പോകുന്നു. ഞാൻ ഇപ്പൊ വരാമെന്ന് പറയുന്നുണ്ട്. അവന്റെ അമ്മ പോയി കഴിയുമ്പോൾ അവനവന്റെ അച്ഛനോടായിട്ട് പറയുന്നുണ്ട് ദീപ്തിക്ക് അമ്മായിയച്ഛനെ അമ്മായിയമ്മയും അങ്കിൾ ആന്റി എന്നൊന്നും വിളിക്കുന്നതിൽ താല്പര്യമില്ല, അമ്മ അച്ഛന്ന് തന്നെ വിളിക്കുന്നതാണ് ഇഷ്ടം. ഇത് കേട്ടുകൊണ്ടാണ് അവന്റെ അമ്മ അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നത്. ഇനി അവൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങളെ അമ്മ അച്ഛന്ന് തന്നെ വിളിച്ചേ പറ്റൂ. അത് മാത്രമല്ല നിന്നെ അണ്ണ എന്നും വിളിക്കണം. കാരണം നീ അവൾക്ക് സഹോദരനും അവൾ നിനക്ക് സഹോദരിയുമാണ്. ഇത് കേട്ടതും ദീപ്തിയും സിദ്ധാർത്ഥും ഞെട്ടിപ്പോകുന്നു. എന്നിട്ട് അവർ ഫോണിലാകട്ടെ ഒരു ഫോട്ടോ കാണിക്കുന്നു. അത് ദീപ്തിയുടെ അച്ഛന്റെ അമ്മയുടെയും ഫോട്ടോ ആയിരുന്നു. ഇത് തന്നെയല്ലേ നിന്റെ അമ്മയെന്ന് അവളോട് ചോദിക്കുന്നുണ്ട്. ആണെന്ന് അവൾ പറയുന്നു. ഇതെന്റെ സഹോദരിയാണ്. ചെറുപ്പത്തിൽ തന്നെ ഒരാളുമായിട്ട് പ്രണയിച്ച് വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോയതാണ്. അതിനുശേഷം വീട്ടുകാരുമായിട്ടൊരു കോണ്ടാക്റ്റും ഇല്ലായിരുന്നു. ഇത് നിന്റെ അമ്മയാണെങ്കിൽ ഞാൻ നിനക്ക് പെരിയമ്മയാണ്, അത് പെരിയച്ഛനും. പെരിയമ്മേന്റെ മകൻ എന്ന് പറയുമ്പോൾ നിനക്ക് സഹോദരനാണ്. ദീപ്തിയും സിദ്ധാർത്ഥും ആകെ തകർന്നു നിൽക്കുകയായിരുന്നു. എന്ത് പറയണമെന്ന് പോലും അവർക്കറിയില്ല. നിങ്ങൾ ഇത്രയും കാലം പ്രണയിച്ചതും അടുത്തിടപഴകിയതും എല്ലാം തന്നെ പാപമാണ്. സഹോദരനും സഹോദരിയും തമ്മിൽ അങ്ങനെയൊന്നും പാടില്ല. അതുകൊണ്ട് എല്ലാം ഇവിടെ വെച്ച് തന്നെ നിർത്തണമെന്ന് അവരോട് പറയുന്നു. ഒന്നും മിണ്ടാതെ ദീപ്തി അവിടെ നിന്നും പെട്ടെന്ന് പോകുന്നു. അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. സിദ്ധാർത്ഥൻ തലയ്ക്ക് കൈയും കൊടുത്തിരിക്കുകയാണ്. ഇനിയാണ് ഇവർ രണ്ടുപേരും എങ്ങനെയാണ് കണ്ടുമുട്ടിയതെന്നുള്ള സ്റ്റോറി കാണിക്കുന്നത്. ഒരു പബ്ബിന്റെ വെളിയിലായിട്ട് നിന്ന് ഫോൺ ചെയ്യുകയായിരുന്നു ദീപ്തി. അവളോട് വന്ന് സിദ്ധാർത്ഥ് ചോദിക്കുന്നുണ്ട് നിങ്ങൾ സിംഗിൾ ആണോ എന്ന്. പബ്ബിനുള്ളിലേക്ക് കയറ്റണമെങ്കിൽ കപ്പിൾസ് ആയിട്ട് പോയെങ്കിലേ പറ്റൂ. അതുകൊണ്ട് എന്റെ കൂടെ വരാൻ പറ്റുമോ എന്ന് അവൻ ചോദിക്കുന്നു. അവളും സമ്മതിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും പബ്ബിനുള്ളിൽ കയറിയെങ്കിലും രണ്ടുപേരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു. ബോറടിച്ചിരിക്കുന്ന ദീപ്തിയെ കണ്ടിട്ട് അവൻ വീണ്ടും അവളോട് പോയി സംസാരിക്കുന്നു. അങ്ങനെ അവരുടെ സൗഹൃദം വളരുന്നു. ആ സമയത്തെല്ലാം തന്നെ ദീപ്തിയുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം സംസാരത്തിനിടെ സിദ്ധാർത്ഥ ചോദിക്കുന്നുണ്ട് നിന്റെ കല്യാണം കഴിഞ്ഞതാണോ എന്ന്. എന്നാൽ ചെറുപ്പത്തിലെ മുറപ്പ
മുറപ്പയ്യനുമായിട്ട് എന്റെ കല്യാണം തീരുമാനിച്ചു വെച്ചിരിക്കുകയാണെന്നും എൻഗേജ്മെന്റ് കഴിഞ്ഞു എന്നും അവൾ പറയുന്നുണ്ട്. എന്നാൽ എനിക്ക് അവനെ ഒട്ടും ഇഷ്ടമല്ല എന്നും അവൾ പറയുന്നു. പക്ഷെ എനിക്കിപ്പോ ശരിക്കും നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് അവൾ പറയുന്നുണ്ട്. അവളുടെ വായിൽ നിന്ന് അറിയാതെ വീണു പോയതാണ്. അവൾ പിന്നെ സോറിയും പറയുന്നുണ്ട്. എന്നാൽ അവനും അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അത് അവനും തുറന്നു പറയുന്നു. എന്നാൽ അവനൊരു സത്യം കൂടി തുറന്നു പറയുന്നുണ്ട്. അവനൊരു ഡിറ്റക്റ്റീവ് ഏജൻസിയിലാണ് വർക്ക് ചെയ്തിരുന്നത്. ദീപ്തിയുടെ മുറപ്പയ്യൻ മഹേന്ദ്രനാണ് ശരിക്കും ഇവനോട് ദീപ്തിയെ പരിചയപ്പെടാൻ പറഞ്ഞത്. കാരണം അവളുടെ ക്യാരക്ടർ അറിയാനും അവളെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും വേണ്ടിയിട്ട് ഡിറ്റക്റ്റീവിനെ വെച്ചതായിരുന്നു അവളുടെ മുറപ്പയ്യൻ. പക്ഷെ ഇവളുടെ കൂടെ കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ശരിക്കും സിദ്ധാർത്ഥിന് ഇവളോട് പ്രണയം തോന്നി തുടങ്ങിയതാണ്. പരസ്പരം എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞ ശേഷം അവരവരുടെ പ്രണയവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. പക്ഷെ അവസാനം അത് ഇങ്ങനെയുമായി. സിദ്ധാർത്ഥ് തന്റെ സഹോദരനാണെന്നുള്ള സത്യം മനസ്സിലാക്കിയ കാരണം ദീപ്തി ആകെ സങ്കടത്തിലായിരുന്നു. അവന്റെ കൂടെയുള്ള ഫോട്ടോസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ പോലും അവൾക്ക് വിഷമം വരാൻ തുടങ്ങി. അവർ സ്പെൻഡ് ചെയ്ത ടൈമിനെ കുറിച്ചെല്ലാം തന്നെ അവൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഫോട്ടോസ് പലതും അവൾ ഡിലീറ്റ് ചെയ്യാനും തുടങ്ങിയിരുന്നു. സിദ്ധാർത്ഥും ആകെ വിഷമത്തിലായിരുന്നു. അവൻ ദീപ്തിയുടെ കൂടെ ചെലവഴിച്ച മൊമെന്റ്സ് എല്ലാം തന്നെ മനസ്സിലോർക്കുന്നു. തങ്ങൾക്ക് പിരിഞ്ഞിരിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. മറ്റു രണ്ടുപേരെ വിവാഹം കഴിക്കാനും സാധിക്കില്ല, ഒരുമിച്ച് ജീവിക്കാനും സാധിക്കില്ല, ഒരുമിച്ച് മരിക്കുകയെങ്കിലും ചെയ്യാമെന്നുള്ള തീരുമാനമാണ് അവർ എടുക്കുന്നത്. അവർ രണ്ടുപേരും വീഡിയോ കോൾ ചെയ്ത ശേഷം പരസ്പരം കഴുത്തറുത്ത് മരിക്കാനുള്ള തീരുമാനത്തിലായിരുന്നു. ശരിക്കും ഇവരുടെ ഈ പ്രണയം ഇവരുടെ തെറ്റാണോ? ഒരിക്കലുമല്ല. അവർ പരസ്പരം പ്രണയിച്ച ശേഷമാണ് ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയത്. പരസ്പരം പിരിഞ്ഞിരിക്കാൻ കഴിയാത്ത അവർക്ക് മുന്നിൽ രണ്ട് ഓപ്ഷനാണുള്ളത്. ഒന്നുകിൽ ഒരുമിച്ച് മരിക്കണം, ഇല്ലെങ്കിൽ ഇതൊന്നും ചിന്തിക്കാതെ ഒരുമിച്ച് ജീവിക്കണം. ഇവരെന്താണ് ശരിക്കും ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തന്നെ പറയൂ എന്നുള്ള ചോദ്യവുമായിട്ടാണ് ഈ ഒരു സ്റ്റോറി ആ ഡയറക്ടർ അവസാനിപ്പിക്കുന്നത്. ശരിക്കും സിനിമയിൽ ഈ ഒരു സ്റ്റോറി ഇങ്ങനെയാണ് കൊണ്ടു നിർത്തുന്നത്. ഇതിന് ശേഷമുള്ള കുറച്ച് രംഗങ്ങളാകട്ടെ അവർ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. ആ ഡിലീറ്റഡ് ക്ലിപ്പിലെ യഥാർത്ഥ സ്റ്റോറി എന്താണെന്ന് കൂടി ഞാൻ ഈ ഒരു എക്സ്പ്ലനേഷനിൽ പറയുന്നുണ്ട്. അതായത് ഇവർ രണ്ടുപേരും മരിക്കാൻ വേണ്ടിയിട്ട് പരസ്പരം വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് രണ്ടുപേർക്കും ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് നോട്ടിഫിക്കേഷൻ വരുന്ന കാണുന്നുണ്ട്. അത് അവരുടെ ഒരു കോമൺ ഫ്രണ്ടായ ഒരു മുസ്ലിം പയ്യന്റെ വിവാഹമായിരുന്നു. അവൻ വിവാഹം കഴിക്കാൻ പോകുന്നതാകട്ടെ അവന്റെ പെരിയമ്മയുടെ മകളെയായിരുന്നു. ഇത് കണ്ടിട്ട് സിദ്ധാർത്ഥ് ചോദിക്കുന്നുണ്ട്, ആ പെൺകുട്ടി നിന്റെ പെരിയമ്മയുടെ മകളല്ലേ, നീ എങ്ങനെ വിവാഹം കഴിക്കുന്നതെന്ന്. ഞങ്ങൾക്കതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് അവൻ പറയുന്നുണ്ട്. അത് കേട്ടതും മരിക്കാനുള്ള അവരുടെ തീരുമാനം അവർ നിർത്തിവെച്ചിട്ട് പരസ്പരം ഒരുമിച്ച് ജീവിക്കാൻ തന്നെ തീരുമാനിക്കുകയാണ്. വീട്ടുകാരെ ആരെയും തന്നെ ഉൾപ്പെടുത്താതെ നോ കാസ്റ്റ് നോ റിലീജിയൻ മാരേജ് ആണ് അവർ നടത്താൻ ഉദ്ദേശിച്ചിരുന്നത്. അവർ പരസ്പരം രജിസ്റ്ററിൽ ഒപ്പിടുകയും ചെയ്യുന്നു. സ്വന്തക്കാരെ വിവാഹം കഴിക്കരുതെന്ന് പറയുന്നത് തന്നെ ജനിക്കുന്ന കുട്ടിക്ക് ജനിതകപരമായ അസുഖങ്ങൾ വരാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ്. ഇതൊന്നും അറിയാതെ പ്രണയിച്ചത് കൊണ്ട് തന്നെ അതിന്റെ പേരിൽ ആ പ്രണയം അവിടെ വെച്ച് നിർത്തിപ്പോകാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു. അവർ ഒരുമിച്ച് ജീവിക്കാൻ തന്നെ തീരുമാനിച്ചു. കഥയെല്ലാം കേട്ട പ്രൊഡ്യൂസർ ആകട്ടെ വാഷ്റൂമിൽ വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. ആ സമയത്ത് നമ്മുടെ ഡയറക്ടറിന് ഒരു കോള് വരുന്നുണ്ട്. ആ പെൺകുട്ടിയുടെ പേര് മധുബിന്ദ എന്നാണ്. അച്ഛനോട് കഥയൊക്കെ പറഞ്ഞു എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ശരിക്കും ഈ ഡയറക്ടർ സ്നേഹിക്കുന്ന പെൺകുട്ടി ഈ പ്രൊഡ്യൂസറിന്റെ മകളായിരുന്നു. ഇവനൊരു മുസ്ലിം ആയതുകൊണ്ട് തന്നെ തങ്ങളുടെ വിവാഹത്തിന് ഈ പ്രൊഡ്യൂസർ സമ്മതിക്കില്ല എന്ന് അവൻ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അയാളെ പല കഥകളും കൂടെ പറഞ്ഞ് ഇംപ്രസ് ചെയ്യിച്ച് അവരുടെ വിവാഹത്തിന് സമ്മതിപ്പിക്കാൻ കൂടിയായിരുന്നു അവന്റെ ഈ വരവ്. അപ്പോഴേക്കും പ്രൊഡ്യൂസർ വരുന്നുണ്ട്. അവനാകട്ടെ അയാളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ മകളാണ് ഒരാളെ പ്രണയിച്ചിരുന്നതെങ്കിൽ നിങ്ങൾ സമ്മതിക്കുമെന്ന്. അയാൾ പറയുന്നുണ്ട്, ഞാൻ എന്റെ മകളുടെ ഇഷ്ടത്തിനൊന്നും എതിരല്ല, പക്ഷെ അവളെ നല്ലപോലെ നോക്കാൻ കഴിയുന്ന ഒരു ജോബ് വേണം, നല്ല പയ്യനും ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അവളുടെ സന്തോഷത്തിന് ഞാൻ എതിര് നിൽക്കില്ല എന്നും പറയുന്നു. അവൻ അത് കേട്ടതും ഹാപ്പി ആയിട്ട് അടുത്ത കഥ പറയാമെന്ന് പറയുന്നുണ്ട്. അടുത്ത കഥ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു എന്ന് താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിലോ നിങ്ങളുടെ അറിവിലോ ആരെങ്കിലും ഇങ്ങനെ വിവാഹം കഴിച്ചിട്ടുണ്ടോ എന്ന് കൂടി കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.